ഇന്നത്തെ എൻ്റെ യാത്ര മാംഗ്ലൂർ വന്ദേ ഭാരത് എക്സ്പ്രസ്സിലായിരുന്നേ. അപ്പോൾ അതിനകത്തെ കുറച്ച് വിശേഷങ്ങളൊന്ന് കണ്ടാലോ? കയറിയപ്പോൾ തന്നെ നമ്മുടെ സീറ്റിലൊരു ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നേ. ഏത് ലാംഗ്വേജ് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. പല ലാംഗ്വേജിലുള്ള ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ ലാംഗ്വേജ് ഇതായിരുന്നു. അങ്ങനെ കയറി നമ്മൾ കുറച്ചൊരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നേ. നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ബുക്കിങ്ങിൽ ഉണ്ടായിരുന്നത്. നമുക്ക് ഇടിയപ്പം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ എഗ് റോസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു വട ഉണ്ടായിരുന്നു, ഇൻസ്റ്റൻറ്റ് ടീ മിക്സ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഒരു എഗ്ലെസ് കേക്കും ഉണ്ടായിരുന്നേ. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കട്ട്ലറി, ടിഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൊവൈഡഡ് ആണ് കേട്ടോ. ഒരു മിനി ഫ്ലൈറ്റ് യാത്ര പോലെയായിരുന്നു വന്ദേ ഭാരതിലെ ആ യാത്രയെ. അപ്പോൾ നമ്മൾ ചായയൊക്കെ മിക്സ് ചെയ്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം അടിപൊളിയാണ്. ചൂടുവെള്ളം നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുവേ. ഇടിയപ്പം അത്ര പോരായിരുന്നു, പക്ഷേ ബാക്കി കറികളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അവരുടെ സർവീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല അടിപൊളിയാണ്. യൂഷ്വലി നമുക്ക് ട്രെയിനിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു പേടി ഉണ്ടായിരിക്കുമല്ലോ. ഇത് നല്ല ക്ലീൻ ആണ്. അതേപോലെ തന്നെ സർവീസും സ്റ്റാഫൊക്കെ നല്ല പൊളൈറ്റ് ആയിരുന്നേ. അങ്ങനെ പിന്നെയും കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നപ്പോഴത്തേക്കിനും നമ്മുടെ AC കോച്ചാണ് ഇത്. അതുകൊണ്ട് തന്നെ യാത്ര നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോഴത്തേക്കിനും ഏകദേശം ഒരു 12:30 ആയപ്പോൾ അവർ ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലഞ്ച് നമ്മുടെ നോൺ വെജ് ആയിരുന്നു. അപ്പം അതിനകത്ത് റൈസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഡാൽ കറി ഉണ്ടായിരുന്നു, പിന്നെ നമുക്കൊരു മിക്സഡ് തോരൻ ഉണ്ടായിരുന്നു, ക്യാരറ്റും അതേപോലെ തന്നെ വൻപയറൊക്കെ ഇട്ട്, പിന്നെ വറുത്തരച്ച ചിക്കൻ കറി, കേട്, അതേപോലെ തന്നെ ഗുലാബ് ജാമുൻ. ഇതായിരുന്നു നമ്മുടെ ലഞ്ച്.